പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന വാർത്തകൾ തള്ളുകയാണ് നടൻ രമേശ് പിഷാരടി. ഉടൻ മത്സരിക്കാനില്ല എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പിഷാരടി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ പിഷാരടിയുടെ പേര് ഉയർന്ന ഉടൻ തന്നെ അദ്ദേഹം അത് നിഷേധിക്കുകയാണോ? എന്താണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്? സ്മൃതി, അല്പം മുമ്പാണ് സിനിമാ താരമായ രമേശ് പിഷാരടി ഇത്തരമൊരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ തൽക്കാലത്തേക്ക് മത്സരിക്കാനില്ല, അതായത് വളരെ പെട്ടെന്ന് ഉടൻ മത്സരരംഗത്തേക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഒരിക്കലും മത്സരിക്കില്ല എന്ന് പിഷാരടി പറയുന്നില്ല. ഈ 3 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ അവിടെ പ്രചാരണത്തിന് താൻ സജീവമായി ഉണ്ടാകും. പക്ഷേ ഉടൻ മത്സരരംഗത്തേക്കില്ല എന്ന ഒരു വിശദീകരണ കുറിപ്പാണ് ഇപ്പോൾ പിഷാരടിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഏതായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം അതിനു മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി പ്രചാരണ രംഗത്ത് സജീവമായ രമേശ് പിഷാരടി പാലക്കാട് സ്വദേശിയാണ്. ഈ ഒരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇത്തരമൊരു പേര് ചർച്ചയിലേക്ക് കൊണ്ടുവന്നത്. ഏതായാലും ഇനിയും ദിവസങ്ങളുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് തീയതി പോലും നിശ്ചയിച്ചിട്ടില്ല. പിഷാരടിയാണോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണോ, വി ടി ബലറാമാണോ, പി സരനാണോ സ്ഥാനാർത്ഥിയായി വരിക എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.